ആൻഡ്രൂസ് താഴത്തിന്റെ തെറ്റായ റിപ്പോർട്ട്. പ്രതികരിക്കാത്തത് എന്ത്? എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനത്തെയും വൈദികരെയും അപകീർത്തിപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പദവിയിലിരിക്കുമ്പോൾ മാർപ്പാപ്പയ്ക്ക് സമർപ്പിക്കാനായി എഴുതിയുണ്ടാക്കിയ ഔദ്യോഗിക റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ദിവസങ്ങളായി. തന്ത്രപരമായും സാമ്പത്തികമായും സഭയെ നശിപ്പിക്കുന്ന തീവ്രവാദ സംഘടനകളുമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും അൽമായരും ബന്ധപ്പെടുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണിത്. സർക്കാരിന്റെ ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണ് ഇതുപോലെ കള്ളരേഖ തയ്യാറാക്കുന്നതെങ്കിൽ ഇതിനകം സസ്പെൻഷനിലായേനെ. കാരണം ഇന്ത്യൻ പീനൽ കോഡ് 1860 പ്രകാരം ഏതെങ്കിലും വ്യക്തിക്ക് പരിക്കേൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ഒരു പൊതുപ്രവർത്തകൻ ഓഫീസ് ദുരുപയോഗം ചെയ്യുക ഒരു കുറ്റകൃത്യമാണ്. ഔദ്യോഗിക അധികാര ദുർവിനിയോഗം വിചാരണയിൽ ശരിയെന്ന് തെളിഞ്ഞാൽ ജയിൽ ശിക്ഷയോ പിഴയോ ലഭിക്കും. പൗരസ്ത്യ കാനൻ നിയമം 1448, 1452 തുടങ്ങിയ വകുപ്പുകൾ മുകളിൽ പറഞ്ഞിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് സസ്പെൻഷനോ ചെറിയ രീതിയിലുള്ള മഹറോൻ ശിക്ഷയോ കൽപ്പിച്ചിട്ടുണ്ട്. സഭ ഒരു വ്യക്തിയെ ഔദ്യോഗിക പദവിയിലേക്ക് നിയമിക്കുന്നത് സത്യസന്ധമായും നീതിപൂർവമായും ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുവാനാണ്. മാർ താഴത്ത് കർത്തവ്യ നിർവഹണത്തിൽ കുറ്റകരമായ വീഴ്ച മനഃപൂർവ്വമായും വരുത്തിയെന്നാണ് പുറത്തുവരുന്ന രേഖ വെളിപ്പെടുത്തുന്നത്. ഈ രേഖയ്ക്ക് വിശദീകരണം തരേണ്ടത് പ്രഥമദൃഷ്ട്യാ മാർ താഴത്താണ്. അദ്ദേഹം നിശബ്ദത തുടരുകയാണെങ്കിൽ കുറ്റകൃത്യം ശരിയാണെന്ന് മനസ്സിലാക്കേണ്ടി വരും. ഈ മെത്രാപ്പോലിത്ത സ്ഥിരം സിനഡ് അംഗമായതുകൊണ്ട് സിനഡിനും പ്രതികരിക്കാൻ കടമയുണ്ട്. ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിക്ക് മേൽ ഉണ്ടാകുന്ന ഗുരുതരമായ ആരോപണങ്ങൾക്ക് ഡൊമസ്റ്റിക് എൻക്വയറി നീതി നിർവഹണത്തിന്റെ ഭാഗമാണ്. ലിറ്റർജിയിലെ അവഗണിക്കേണ്ട ഒരു വിഷയത്തിന്മേൽ മഹറോൻ ശിക്ഷയ്ക്ക് കരുക്കൾ നീക്കുന്ന സിനഡിന് ഈ വിഷയത്തിൽ എന്താണ് മൗനം? നന്ദി.